നമുക്കറിയാം ട്രംപിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം അത് ഹോർമുസ് കടലിടുക്കിലെ ഇപ്പോഴത്തെ ഇറാന്റെ നിയന്ത്രണം അത് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന് ഏതു മാർഗവും സ്വീകരിക്കും എന്ന് ട്രംപ് വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. ആദ്യം പറഞ്ഞത് അമേരിക്ക ഇടപെട്ട് ഹോർമുസിനെ നിയന്ത്രണത്തിലാക്കും, ഏത് കപ്പലുകൾക്കും കടന്നു പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വിഷയത്തിൽ US സഹായിക്കാൻ തയ്യാറായില്ലെങ്കിൽ നാറ്റോയുടെ ഭാവി അവതാളത്തിലാകുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇത് US ഒരിക്കലും മറക്കില്ലെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു. താൻ 7 രാജ്യങ്ങളോട് ഹോർമുസിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറയുന്നുണ്ട്. ചില രാജ്യങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ചൈനയ്ക്കും തങ്ങളുടെ ആജന്മ ശത്രുവായ ചൈനയ്ക്കും താല്പര്യമുണ്ടെങ്കിൽ സഹായിക്കാമെന്ന് കുറച്ചുകൂടി കടത്തി ട്രംപ് പറയുന്നുണ്ട്. ചില രാജ്യങ്ങളുടെ പക്കൽ മൈൻ സ്വീപ്പറുകളും മേഖലയിലൂടെ യാത്ര ചെയ്യാൻ ആവശ്യമായ ബോട്ടുകളുമുണ്ട്. ഇത് മേഖലയുടെ സുരക്ഷയ്ക്ക് ഉപകാരപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടയിൽ ഈ നാറ്റോ രാജ്യങ്ങളെ കൂടി സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് ട്രംപിൻ്റെ പുതിയൊരു നയമാണ്. കാരണം ഒറ്റയ്ക്ക് ഇതെല്ലാം നേടാമെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ പിന്നോട്ട് പോവുകയും മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ഇത്തരം വിജയങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പം മറ്റൊരു മുന്നറിയിപ്പ് ട്രംപിൻ്റേത് US കുറിച്ച് തെറ്റായ വാർത്തകൾ നൽകുന്ന ചാനലുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ഭീഷണി മുഴക്കുകയാണ്. അങ്ങനെ ട്രംപിന്റെ വാക്കുകൾ നമുക്ക് വളരെ പെട്ടെന്ന് കേൾക്കാം. We had some very good results today, as you probably heard, in Iran. Very strong results militarily. Results. We're talking to countries about policing the straits, because they are the ones, we don't get oil, very little, 1%, 2%. And China, as an example, gets about 90% of its oil from the Hormuz Strait. And nice to have other countries police that with us, and we'll help. We'll work militarily. As far as I'm concerned, we've essentially defeated Iran. I guess they can have a little bit of fight back, but not much. Not much. We've taken out their air force, as you know. We've taken out their navy. അജയ് സുധാബിജു വിവരങ്ങളുമായി ചേരും. അജയ്, നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിന് ഒറ്റയ്ക്ക് ഇതെല്ലാം നേടിയെടുക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് യുദ്ധം തുടങ്ങിയത്. ഇസ്രായേലിന്റെ പിന്തുണയുമുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന ബോധ്യമുണ്ടോ? ഹോർമുസ് പിടിച്ചെടുക്കുക എന്നുള്ളത്, മൈനുകളൊക്കെ സ്ഥാപിച്ചാണ് ഇറാൻ അവിടെ തങ്ങളുടെ ഓപ്പറേഷൻ നടത്തുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഇവിടെ ഇത്തരമൊരു സ്ഥലത്ത് അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് അത് പിടിച്ചെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യാമെന്നൊക്കെയുള്ള ഒരു വ്യാമോഹം മാത്രമായി അവശേഷിക്കുന്നു എന്നുള്ള പശ്ചാത്തലത്തിലാണോ നാറ്റോ രാജ്യങ്ങളോടുള്ള ഭീഷണി? രഞ്ജിത്ത്, ആദ്യഘട്ടത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കും എന്നുള്ള ഭീഷണി മുഴക്കിയതിന് പിന്നാലെ ട്രംപിന്റെ പ്രസ്താവന വന്നത് തങ്ങൾ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അത് നിയന്ത്രിക്കും, ഹോർമുസ് വഴി ചരക്ക് നീക്കം നടത്താൻ ആഗ്രഹിക്കുന്ന കപ്പലുകൾക്ക് തങ്ങൾ സുരക്ഷ നൽകും, US നേവി ഈ കപ്പലുകൾക്ക് അകമ്പടിയായി പോകും എന്നെല്ലാമാണ് ട്രംപ് ആദ്യം പറഞ്ഞിരുന്നത്. മാത്രമല്ല, വാഷിംഗ്ടണിൽ ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റും ഇക്കാര്യം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങൾ കൂടുതലായി വഷളാവുകയും എല്ലാം അമേരിക്കയുടെ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. നിരവധി അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നതായിട്ടാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. എന്നാൽ ട്രംപ് ഇതെല്ലാം ഫേക്ക് ന്യൂസുകളാണ്, AI വീഡിയോകളാണ്, ഈ US കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ദൃശ്യങ്ങളെല്ലാം AI വീഡിയോകളാണ് എന്നെല്ലാം പറഞ്ഞ് ട്രംപ് തള്ളിക്കളയുകയാണ്. എന്നാലും നിരവധി തിരിച്ചടികൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇടയ്ക്ക് പുറത്തു വന്നത്. ഇപ്പോൾ അതിന് പിന്നാലെ, ഈ വാർത്തകൾക്ക് പിന്നാലെ, ട്രംപിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഈ ഫേക്ക് ന്യൂസുകൾക്ക് പിന്നാലെയാണ് ട്രംപ് തൻ്റെ കളമൊന്ന് മാറ്റി ചവിട്ടുന്നത്. അതായത് ഇപ്പോൾ US ഒറ്റയ്ക്കിവിടെ ഒന്നും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് US ഇപ്പോഴുള്ളത്. ഇതിനായി US മറ്റ് രാജ്യങ്ങൾ സഹായിക്കണം എന്നതാണ് ട്രംപിൻ്റെ പുതിയൊരു ആവശ്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം UK, ഫ്രാൻസ്, അതുപോലെ ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളോട് തങ്ങൾ ഈ കാര്യം സംസാരിച്ചിരുന്നു. ഈ രാജ്യങ്ങൾ സഹായിക്കാൻ വരുമെന്നാണ് പ്രതീക്ഷ എന്നുൾപ്പെടെ ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളെല്ലാം ഈ കാര്യം പൂർണ്ണമായിട്ട് നിഷേധിക്കുകയായിരുന്നു. തങ്ങൾ ഒരു യുദ്ധക്കപ്പലുകളും മേഖലയിലേക്ക് അയച്ചിട്ടില്ല എന്ന് ഫ്രാൻസും ചൈനയും ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ട്രംപ് ഇന്ന് കുറച്ചുകൂടി ഒരു കടുത്ത സ്വരത്തിൽ, അതായത് നാറ്റോ രാജ്യങ്ങളെ ഉൾപ്പെടെ സമ്മർദ്ദത്തിലാക്കുന്ന, വെല്ലുവിളിക്കുന്ന ഒരു മുന്നറിയിപ്പുമായി ട്രംപ് ഇന്ന് എത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് നാറ്റോ രാജ്യങ്ങൾ ഈ ഹോർമുസിന്റെ സുരക്ഷയ്ക്കായി US സഹായിക്കാൻ വേണ്ടി തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ അയക്കണം. ഇത് നാറ്റോ രാജ്യങ്ങളുടെ ഒരു സുരക്ഷയ്ക്കും കൂടി അനിവാര്യമാണ്. ഇത്തരത്തിൽ നാറ്റോ രാജ്യങ്ങൾ യുദ്ധക്കപ്പലുകൾ അയച്ചില്ലെങ്കിൽ അവരുടെ ഭാവി അവതാളത്തിലാകും. മാത്രമല്ല, US ഇക്കാര്യം എന്നും ഓർമ്മയിൽ വെച്ചിരിക്കുമെന്നും ട്രംപ് ഒരു ഭീഷണിയായിട്ട്
നാറ്റോ രാജ്യങ്ങളോട് പറയുന്നുണ്ട്. മാത്രമല്ല ചൈന മേഖലയിൽ ഈ ഹോർമുസ് വഴി ഒരുപാട് ചരക്ക് ഗതാഗതം നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന. അതുകൊണ്ട് തന്നെ ചൈനയ്ക്കും വേണമെങ്കിൽ മേഖലയുടെ സുരക്ഷയ്ക്കായി തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ അയക്കാമെന്ന് ട്രംപ് ഇന്ന് വീണ്ടും ഒന്നുകൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ വാദത്തിന് പിന്നാലെ ചൈന ഇത്തരത്തിൽ ഒരു യുദ്ധക്കപ്പലും അയക്കില്ല എന്ന് പറഞ്ഞതാണ്. എന്നാൽ ട്രംപ് ഇന്ന് വീണ്ടും ഒന്ന് എറിഞ്ഞു നോക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് ചൈനയുടെ സഹായം കിട്ടിയാൽ അതും നല്ലതാണ് എന്നുള്ള രീതിയിൽ വീണ്ടും പറയുന്നുണ്ട്. ട്രംപ് ഇന്ന് പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് അവർ നേരിട്ട് നിഷേധിക്കുന്ന നടപടി ഉണ്ടായത് നാണക്കേടായതുകൊണ്ടാകാം ഇന്ന് രാജ്യങ്ങളുടെ പേരെടുത്ത് പറയാതെ 7 രാജ്യങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇവർ ഈ മേഖലയിൽ US-നെ സഹായിക്കാൻ വേണ്ടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും ട്രംപ് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ചില രാജ്യങ്ങളുടെ കയ്യിൽ മൈൻ സ്വീപ്പേഴ്സ് അതുപോലെ തന്നെ ഈ മേഖലയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന, അതായത് ഈ അവിടെയുള്ള മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മൈനുകൾ വഴി അപകടത്തിൽപ്പെടാത്ത ചെറിയ ബോട്ടുകൾ ചില രാജ്യങ്ങളുടെ പക്കലുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾ ഈ ആയുധ സംവിധാനങ്ങളുള്ള ഈ ബോട്ടുകളുമായി മേഖലയിലേക്ക് എത്തുന്നത് സഹായകരമാകും എന്നും ട്രംപ് തീർച്ചയായും അജയ്, അതായത് ഇതിനിടയിൽ ട്രംപ് പറയുന്നത് ഇറാൻ തുടർച്ചയായി ഇത്തരം ചർച്ചകൾക്ക് സന്നദ്ധമാകുന്നു എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഇത്തരത്തിലൊന്ന്, അതായത് ഈ ആക്രമണം ആവർത്തിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാകുമ്പോൾ മാത്രം യുദ്ധം അവസാനിപ്പിക്കാം, ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളതല്ല, ഞങ്ങൾ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറയുന്നത്. യുദ്ധത്തിൽ മറ്റു രാജ്യങ്ങൾ ഇടപെട്ടാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും അരാക്ചിയുടെ മുന്നറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സംഘർഷം വിപുലമാക്കുന്ന നടപടികളിൽ നിന്ന് വിദേശ രാജ്യങ്ങളോട് വിട്ടുനിൽക്കാനും അരാക്ചി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിരവധി നേതാക്കളുമായും ഇറാൻ സംസാരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, ലോകരാജ്യങ്ങളുമായും മറ്റും. ഇവിടെയാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് ഇറാൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അത് പ്രധാനമാണല്ലോ അജയ്, കാരണം ട്രംപ് പറയുന്നത് ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധമാണ്, ഇറാൻ നശിച്ചു കഴിഞ്ഞു, ഇറാൻ്റെ ആയുധ സംവിധാനങ്ങളും സാമ്പത്തിക മേഖലയും ഒക്കെ ഞങ്ങൾ തകർത്തു എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നുണ്ട്, തുടർച്ചയായി ഇത്തരം പ്രസ്താവനകളുണ്ട്. അത് വളരെ പ്രധാനമാണ്. ചർച്ച എന്നല്ല, യുദ്ധം വേണമെങ്കിൽ ഞങ്ങൾക്ക് ചില ഉറപ്പുകൾ കിട്ടിയാൽ അവസാനിപ്പിക്കാമെന്ന് മാത്രമാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്ന പല വാക്കുകളും അതെല്ലാം ഇപ്പോൾ ഈ യുദ്ധം മുന്നോട്ട് തന്നെ പോകും എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. എന്തായാലും രഞ്ജിത്ത് നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇറാന് ഒരിക്കലും ഈ US-ന്റെയും ഇസ്രായേലിന്റെയും ആയുധശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് പലരും വിചാരിച്ചിരുന്നത്. പലരും അങ്ങനെ തന്നെ വിധി എഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ യുദ്ധം 3ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിലും ഇറാൻ കടുത്ത രീതിയിൽ തന്നെ ആക്രമണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഇന്ന് തന്നെ ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ ആ ഒരു ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ നിലവിൽ ട്രംപ് ഇന്നും പറയുന്നത്, ഇന്ന് അദ്ദേഹം വാഷിംഗ്ടണിൽ നിന്ന് ഫ്ലോറിഡയിലേക്കുള്ള യാത്രക്കിടെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇറാൻ ബാഡ്ലി വാണ്ട്സ് ടു എൻഡ് ദിസ് വാർ എന്നെല്ലാം അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും ഇറാൻ ഒരു സമവായ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നെല്ലാം ട്രംപ് പറയുന്നുണ്ട്. ഈ വാദങ്ങളെല്ലാം പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഇപ്പോൾ അബ്ബാസ് അരാക്ചി. മാത്രമല്ല US-ഇസ്രായേൽ ഈ ആക്രമണങ്ങൾ കാരണം ടെഹ്റാനിലുള്ള ഒരു എണ്ണ നിക്ഷേപ കേന്ദ്രം പൂർണ്ണമായി തകർന്നുവെന്നും അദ്ദേഹം തൻ്റെ എക്സ് പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. ഈ കേന്ദ്രങ്ങളിൽ ഈ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണം അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഇപ്പോൾ ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള ഈ എണ്ണ നിക്ഷേപ കേന്ദ്രത്തിൽ നടത്തിയിട്ടുള്ള ആക്രമണം കാരണം ഈ മേഖലയിലുള്ള എണ്ണ കലർന്ന മണ്ണും അതുപോലെ തന്നെ ഭൂഗർഭ ജലവുമായി മിക്സ് ആയിട്ടുണ്ട് പല പ്രദേശങ്ങളിലും. ഇത് ഭൂഗർഭ ജലത്തിൻ്റെ അതിൻ്റെ ഒരു ശുദ്ധജല സാന്നിധ്യം അത് പൂർണ്ണമായി ഇല്ലാതാക്കാനേ സഹായകരമാകൂ. ഇത് തലമുറകളോളം ഇറാനിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വലിയൊരു വിപത്തായി ഇത് മാറാൻ സാധ്യതയുള്ളതായിട്ട് അദ്ദേഹം എക്സിൽ കുറിക്കുന്നുണ്ട്. ഈ ഒരു യുദ്ധക്കുറ്റത്തിന് ഇസ്രായേൽ എന്തായാലും ശിക്ഷിക്കപ്പെടണം എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയിലെയും ആക്രമണങ്ങളെ അപലപിക്കുന്നതിനോടൊപ്പം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന സമാധാന ഉപാധികൾ അതുപോലെ തന്നെ അവർ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായി വന്നിട്ടുണ്ട് എന്നുള്ള വാദങ്ങളെല്ലാം ഇറാൻ തള്ളുകയും ചെയ്യുന്നുണ്ട്. ശരിയാണ്. ഒന്ന് തുടരണം അജയ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് ഇന്ത്യക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ്. നമ്മുടെ LPG പ്രതിസന്ധി വല്ലാതെ വഷളായ പശ്ചാത്തലമുണ്ട്. ഇതിനിടയിൽ 2 ഇന്ത്യൻ ടാങ്കറുകൾ LPG ടാങ്കറുകൾ